അമ്മയെന്ന് വരുമെന്നാ പറഞ്ഞു. അമ്മാവനെ നാളെ ഡിസ്ചാർജ് ചെയ്യും. മറ്റന്നാൾ അമ്മ ഇങ്ങ് വരും. എടി നീ അപ്പൊ ഡയറ്റ് ഒക്കെ തുടങ്ങിയില്ല ഇതുവരെ? ചേട്ടാ ഉച്ചയ്ക്ക് ഞാൻ 2 ചപ്പാത്തിയാണ് കഴിച്ചത്. ഇന്നും കൂടി ചോറൊന്നുണ്ടോട്ടെ? അതൊന്നും വേണ്ട. നീ നൈറ്റ് ചപ്പാത്തി കഴിച്ചാൽ മതി. ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പിന്നെ ശീലമായിക്കോളും. ഇനി എങ്ങനെ നീ വാരി വലിച്ച് ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ട. എനിക്ക് ചപ്പാത്തി കഴിക്കണോ ചോറ് കഴിക്കണോ? ഇതാണോ നിന്റെ ഡയറ്റ്? നിനക്ക് തിന്നാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? നിനക്ക് നിനക്ക് തിന്നാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ വീപ്പക്കുറ്റി? എന്താണ് ഇവിടെ? അമ്മ ഈ കള്ളി അടുക്കളക്കാർ ചോറ് കട്ടെടുത്തു. അമ്മ എനിക്ക് വിശന്നിട്ടാ അമ്മേ. എന്താണ് ഇവിടെ മുഖത്ത്? നീ അവളെ അടിച്ചോ? അടിച്ചു. അമ്മ വേണ്ട. നീ കൊറേ നാളായി എന്റെ വാടപ്പിക്കുന്നു. നീ ആരാ നടന്നിന്റെ വിചാരം? വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നിന്റെ അവഗണന സഹിച്ചേ ഇവിടെ കിടക്കൂല. എന്നെ കുഞ്ഞിനെ കൊണ്ട് പോയനെ. അമ്മ അവള് നീ മിണ്ടരുത്. ഞാൻ 2 പ്രസവിച്ചതാണ്. ഞാനും അത് കഴിഞ്ഞ് വണ്ണം വെച്ചതാ. പക്ഷെ അതൊന്നും നീ പറയും പോലെ ആഹാരം വാരി തിന്നോണ്ടൊന്നുമല്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോഴേ പല മാറ്റങ്ങളും സ്ത്രീയുടെ ശരീരത്തിലുണ്ടാവും. ഓരോരുത്തരുടെ ശരീര പ്രകൃതം പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഇവൾക്ക് വേണമെങ്കിലേ ഇവളുടെ സൗന്ദര്യം അതുപോലെ കാത്തു സൂക്ഷിക്കാമായിരുന്നു. പക്ഷെ അവൾ ആഗ്രഹിച്ചതേ ഒരമ്മയാവാനാ. ഈ സമയത്ത് ഇവൾ എന്തൊക്കെ മെഡിസിനാണ് കഴിക്കുന്നതെന്ന് നിനക്കറിയാമോ? എന്തൊക്കെ വേദന അവൾ അനുഭവിക്കുന്നതെന്ന് നിനക്കറിയാമോ? എടാ, ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കുഞ്ഞിനെ അമ്മയെ പരിചരിക്കാനും കൂടെ അറിയണം. ഇവൾ ഈ കോലത്തിലായത് എന്താണെന്നറിയാമോ? നിന്റെ കുഞ്ഞിന് വേണ്ടിയാ. ഇനിയെങ്കിലും അവളെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പഠിക്കുന്നു.